ആഹം. ഗായത്രി അത്രയും പറഞ്ഞതെല്ലാം നിർത്തി അവന്മാരുടെ നേരെ തിരിഞ്ഞു. നീയൊക്കെ ഏതാണടാ? ഇതുവരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. സത്യം പറയാൻ രാഹുൽ ഒന്ന് നിന്ന് പരുങ്ങിയപ്പോൾ വിഷ്ണു എന്തോ പറയാനായി തുനിയുന്നതിന് മുമ്പ് തന്നെ ചന്തുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു കഴിഞ്ഞിരുന്നു. അത് ആൻറ്റി, ഇവന്മാര് പാവങ്ങളാ. ഈ അസത്താണ് ഇവരെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചു കൂട്ടിയത്. കാശിയേട്ടനോട് ജോലി മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാ വിളിച്ചു വരുത്തിയേക്കുവാ. മോള് പറയുന്നത് സത്യമാണോടാ? വിഷ്ണുവിനെ നേരെ നോക്കിയായിരുന്നു ഹേമ അത് ചോദിച്ചത്. അതെ മാഡം, ഞങ്ങളെ വിളിച്ച് ജാനകി മാഡമാണ് ഇവിടെ വരാൻ പറഞ്ഞത്. അമ്പലത്തിലെ താലമെല്ലാം കഴിയുമ്പോൾ വീട്ടിലേക്ക് വരണമെന്നും കാശി സാർ ഇവിടെ ഉണ്ടായിരിക്കുമെന്നും ഞങ്ങളോട് ജോലിയെല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചേക്കുവാണെന്നും ഒക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നിനക്കൊക്കെ മനസ്സിലായില്ലേടാ ഇവിടെ ആരുമില്ലെന്ന്. പിന്നെന്തിനാടാ ആരുമില്ലാത്ത നേരത്ത് ഈ വീട്ടിലിരുന്ന് മദ്യസൽക്കാരത്തിന് നിന്നത്? ഇതൊരു പോലീസുകാരൻ്റെ വീടാണെന്ന് നിനക്കൊക്കെ അറിയാൻ മേലേ? ഞാൻ ഇപ്പോൾ തന്നെ ഏട്ടനെ വിളിക്കാം. നിന്റെയൊക്കെ സകല കള്ളത്തരവും ഇന്നത്തോടെ മറയും. സത്യമായി ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല മാഡം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചോദിച്ചതാ കാശി സാർ എവിടെയെന്ന്. എന്നിട്ട് ഗായത്രിയായിരുന്നു അത് ചോദിച്ചത്. ഈ മാഡം ഞങ്ങളുടെ മുന്നിലേക്ക് മദ്യക്കുപ്പിയെല്ലാം നിരത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മാഡത്തെ ഇന്ന് രാത്രി സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളമുള്ള ജോലി കൈലാസം ഗ്രൂപ്പിൽ മേടിച്ചു തരാമെന്ന്. അതാണ് ഞങ്ങൾ. വിഷ്ണുവിൻ്റെ വായിൽ നിന്ന് അത്രയും കൂടെ വന്നപ്പോഴേക്കും ഹേമയ്ക്കും ഗായത്രിക്കും ദേഷ്യം ഇരച്ചു കയറി. ജാനകിയുടെ ഭാഗത്തു നിന്ന് ഒരു വാക്ക് പോലും കേൾക്കാനോ ഒന്നിനും തലയിടാനോ അവൾക്ക് നേരമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും അവളെ തല്ലാൻ തുടങ്ങി. ആ ഒരു ഗ്യാപ്പിൽ ചന്തുവും ഗായുവും അവരെ 3 പേരെയും അവിടെ നിന്നും പാക്ക് ചെയ്ത് വിടുകയും ചെയ്തു. മതി ആൻറ്റി, ഇനിയും തല്ലിയാൽ പിന്നെ കൊലപാതക കേസിനായിരിക്കും നമ്മൾ അകത്തു പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്തുവും സായുവും ചേർന്ന് ഗായത്രിയെയും ഹേമയെയും പിടിച്ചു മാറ്റി. ഒരു ജീവശവം പോലെ ജാനി ആ നിലത്ത് വീണു കിടക്കുകയാണ് അപ്പോഴും. ജാനകി, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്ക്. ഇനിയും അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നിന്റെ പുതിയ കണ്ണീർ അഭിനയമൊന്നും ഇവിടെ നടത്തരുത്. സായു അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ നുറുങ്ങുന്ന വേദനയോടെ എങ്ങനെയൊക്കെയോ ഏന്തിയും വലിഞ്ഞും ജാനി അവിടെ നിന്ന് മുറിയിലേക്ക് പോയി. എന്നാലും ആ ഒരുമ്പെട്ടവളെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേയില്ല. പാവത്താൻ കളിച്ചുള്ള അവളുടെ നടപ്പും സംസാരവും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ. എവിടെ? എൻ്റെ ഗായത്രി, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവളുടെ ഈ പാവത്താനമെല്ലാം അഭിനയം മാത്രമാണെന്ന്. അമ്മയും മകളും ചേട്ടത്തിയും എല്ലാം കണക്കാ. കാശിനു വേണ്ടി എന്തും. മതി മതി, ഇനി ഇത് ആരോടും കൂടുതൽ പറയാനും സംസാരിക്കാനും നിൽക്കണ്ട. സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാ നാണക്കേട്. വെറുതെ എന്തിനാ സ്വയം പല്ലുകുത്തി നാറ്റിക്കുന്നത്? അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ കഴിയുമോ സായുമോളെ? ഇന്ന് നമ്മളെല്ലാവരും കണ്ടതുകൊണ്ട് ഇങ്ങനെ ഈ പ്രശ്നം തീർന്നു. അല്ലായിരുന്നെങ്കിലോ? എൻ്റെ ഗായത്രി ആൻറ്റി, നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി അവളുടെ മുകളിൽ ഒരു ശ്രദ്ധ വെച്ചാൽ മതി. ഇനി ഇതെല്ലാം ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് എന്തിനാ വെറുതെ ഒരു സീനാക്കുന്നത്? അതല്ല മോളെ, ഇനി ആരും ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. അഗ്നി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അത് മാത്രമല്ല, ഇവിടെ ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ അവന് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഭാര്യയുടെ സ്വഭാവം അവനും അറിയട്ടെ. അവൻ തീരുമാനിക്കട്ടെ ബാക്കിയെല്ലാം. ആ നാശൂലത്തെ ഇവിടെ നിർത്തണോ വേണ്ടയോ എന്ന്. അതും പറഞ്ഞ് ഗായത്രി സെറ്റിയിലേക്ക് ഇരുന്നു. ഗായത്രി പറഞ്ഞത് തന്നെയാ ശരി മക്കളെ. നിങ്ങൾ എന്താണെങ്കിലും കണ്ട കാര്യങ്ങളെല്ലാം അഗ്നി ചോദിക്കുമ്പോൾ അങ്ങ് പറഞ്ഞേക്കണം. അവളെ വെറുതെ വിടാനായിട്ട് എന്താണെങ്കിലും ഞാൻ കരുതിയിട്ടില്ല. ഇത്രയും നാളും ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു അവളെ പുറത്താക്കാൻ ഒരു വിഷയം. ഇപ്പോൾ അത് കിട്ടി. ഇത് പാഴാക്കാൻ ഞാൻ മണ്ടിയൊന്നുമല്ല. അതും പറഞ്ഞുകൊണ്ട് ഹേമയും ഗായത്രിയുടെ അടുത്തേക്കിരുന്നു. അത് പറഞ്ഞുകൊണ്ട് ഹേമയും ഗായത്രിയുടെ അടുത്തേക്കിരുന്നു. എന്നാൽ ചന്തുവും ഗായുവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തങ്ങൾ ഇത്രയും നേരം അനുഭവിച്ചുകൊണ്ടിരുന്ന രസം മുറിഞ്ഞതിനുള്ള ദേഷ്യം, അമർഷം മാത്രമല്ല, വിഷ്ണുവിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാനൊരുങ്ങിയ ജാനകിയെ അതിന് സാധിക്കാതെ പോയതിന്റെ ദേഷ്യം വേറെയും. അഗ്നി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവൻ രഹസ്യം കണ്ടുപിടിക്കാൻ ഇറങ്ങിയാൽ വരുന്ന ആപത്തുകളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ രണ്ടുപേരുടെയും സമാധാനം പോയിരുന്നു. ജാനി ആകെ തകർന്ന് അവിടെ ഇരുന്നപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ നോവുകയായിരുന്നു. ശരീരത്തിൽ ഇനിയും 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല വേദനിക്കാത്തത്. എന്നെ മഹാദേവ, ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് ഇതിനും മാത്രം? എനിക്കെന്തിനാ ഭഗവാനെ നീ ഇങ്ങനൊരു വിധി തന്നത്? കല്യാണത്തിന് മുമ്പ് പോലും വേറൊരർത്ഥത്തിൽ ഞാൻ ഒരു പുരുഷനെ പോലും നോക്കിയിട്ടില്ല. എൻ്റെ പേരിൽ നിന്ന് എന്തൊക്കെയോ കേൾക്കുന്നത്. എനിക്കിത് സഹിക്കാൻ വയ്യ ഭഗവാനെ. ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിലും നല്ലത് എൻ്റെ മരണം തന്നെയാ. എന്തിനാ എനിക്ക് ഇങ്ങനൊരു ജീവിതം നീ തന്നെ?
ഇതുപോലെ ഓരോന്ന് കേൾക്കാനും അനുഭവിക്കാനും ഈ ജാനിക്ക് വയ്യ. എൻ്റെ ഭാഗത്തെ ന്യായം ആരോട് പറയും? എൻ്റെ സത്യം ആരും മനസ്സിലാക്കും? ആരും വിശ്വസിക്കില്ല. ആരും. എന്നെ ആർക്കും വേണ്ടല്ലോ. എന്നെ ആർക്കും വിശ്വാസമില്ലല്ലോ. എൻ്റെ ഭഗവാനെ, എനിക്കിങ്ങനൊരു ജീവിതം തന്ന് എന്നെ ഈ നരകത്തിലേക്ക് തള്ളിയിട്ട എന്തിനാ? എട്ടി മോളെ, കലിയോടെ കതക് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നവനെ കണ്ടപ്പോൾ ജാനിയുടെ ജീവൻ പോയതുപോലെയായിരുന്നു. അവൾ ഒന്നുകൂടി ആ നിലത്തെ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി. ഞാനില്ലാത്ത നേരം നോക്കി നീ നിന്റെ കഴപ്പ് മറ്റം കണ്ടവന്മാരെ എൻ്റെ വീട്ടിൽ കയറ്റി അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നവനെ കണ്ടപ്പോൾ അവളുടെ ശ്വാസം പോലും ഒരു നിമിഷം നിന്നുപോയി. അഗ്നി ജാനിയെ വലിച്ചെഴുന്നേൽപ്പിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. അഗ്നിയുടെ ദേഷ്യം ഒന്നിനൊന്ന് കൂടുകയാണ് ചെയ്തത്. അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ വിസ്തരിക്കാൻ ആരംഭിച്ചു. ഒരു വാക്ക് പോലും പറയാൻ ആ കുഞ്ഞി പെണ്ണിന് ത്രാണിയുണ്ടായിരുന്നില്ല. നിനക്കിത്രയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാൻ മേലായിരുന്നോടി മോളെ. നിന്റെ കൊതി ഞാൻ മാറ്റി തന്നേനെ, അല്ലെങ്കിൽ അതിനു പറ്റിയ ആൾക്കാരെ ഞാൻ ഇറക്കി തന്നേനേടി. വേദനയോടെ ജാനി അവന്റെ മുഖത്തേക്ക് നോക്കിയ നിമിഷം തന്നെ അവളുടെ മുഖമടച്ച് ഒന്ന് കൊടുത്തിരുന്നു അവൻ. മൂക്കിലൂടെ ഒഴുകിയിറങ്ങുന്ന ചുടുരക്തത്തിൽ അവന്റെ കൈയൊന്ന് നനഞ്ഞുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വീണ്ടും വീണ്ടും അവളെ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. നോക്കരുത് നീ എന്നെ. നിന്റെ ഈ നോട്ടം പോലും അറപ്പാണെനിക്ക്. നിന്നെപ്പോലെ ഒന്നിനെ തൊട്ടാൽ പോലും അറയ്ക്കും ശവമേ. നിന്നെക്കാളും അന്തസ്സുണ്ടടി സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക്. അവളുമാരുടെ കാല് കഴുകിയ വെള്ളം കുടിച്ചാൽ പോലും. നിന്റെയൊക്കെ പറയുന്നില്ല ഞാൻ കൂടുതലൊന്നും. അഗ്നിയുടെ വായിൽ നിന്ന് വരുന്ന വിഷം തുപ്പുന്ന ഓരോ വാക്കുകളും അവളെ ജീവനോടെ കൊല്ലുകയായിരുന്നു. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമ്മയും ചേട്ടത്തിയും പോയ വഴി തന്നെയല്ലേ നീയും പോകും. കാക്ക മലർന്നും പറക്കുമെന്ന് വിചാരിച്ച ഞാൻ മണ്ടൻ. അല്ല, നിന്റെയൊക്കെ ഈ കാമഭ്രാന്തി വിശ്വസിച്ച് എൻ്റെ കുഞ്ഞിനെ നിന്റെ കൂടെ നിർത്തിയിട്ട് പോയല്ലോ ഞാൻ. നിന്റെ സുഖത്തിന് അതിനെ കൊല്ലാനോ അല്ലെങ്കിൽ നിന്റെ മറ്റവന്മാർക്ക് കൂട്ടിക്കൊടുക്കാനോ മടിയില്ലാത്ത ജന്തുവാടി നീ. അമ്മ അമ്മ എന്ന് പറഞ്ഞ് നിന്റെ പുറകെ നടക്കുന്ന ആ കുഞ്ഞുണ്ടല്ലോ, അതിനെ പോലും നീ ചതിച്ചല്ലോടി യക്ഷി. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോടി നിനക്ക്? അതൊക്കെ എങ്ങനെയാ? അതൊക്കെ അറിയാമായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഉറക്കി കടത്തിയിട്ട് നീ പോകുമായിരുന്നു. വാക്കുകൾ കൊണ്ട് ജാനിയെ വീണ്ടും വീണ്ടും പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. അഗ്നിയുടെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന് അവൾ നിലത്തേക്ക് വീഴുമ്പോഴും അവൻ അവളെ ചവിട്ടി മെതിക്കുവാനാണ് നോക്കിയത്. ഏറെ നേരത്തെ പ്രഹരങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും ശേഷം അവൻ കലിയടങ്ങാതെ മദ്യക്കുപ്പിയുമെടുത്ത് ഓഫീസ് മുറിയിലേക്ക് കയറി പോകുമ്പോഴും ബോധം മറഞ്ഞു പോകുന്ന നിമിഷത്തിലും ജാനി കണ്ടു തന്നെ വെറുപ്പോടെയും അവജ്ഞയോടെയും നോക്കിക്കൊണ്ടു പോകുന്നവനെ. എൻ്റെ ചന്തു ഇപ്പോഴേ ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ നിന്നത് ശരിക്കും ഒന്ന് സമാധാനം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അഗ്നിയേട്ടൻ ഇതെങ്ങാനും അന്വേഷിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ. എൻ്റെ സായു, നമ്മുടെ രണ്ടുപേരുടെയും പെർഫോമൻസും ആൻറ്റിമാരുടെ വർത്തമാനം കൂടി ആയപ്പോൾ അഗ്നിയേട്ടൻ ഫ്ലാറ്റ്. ഒന്നാമത് അവളെ പുള്ളിക്ക് പിടിക്കില്ല എന്നാ നമുക്കറിയാലോ. അതാണ് മോളെ ചന്തു നമ്മുടെ പ്ലസ് പോയിന്റ്. അല്ല, അവന്മാരെവിടെ എത്തി എന്ന് വിളിച്ച് ചോദിക്കേ. ഇനി പുതിയ എന്തെങ്കിലും പൊല്ലാപ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാലേ ആകെ പണിയാകും. അതോർത്ത് എൻ്റെ പൊന്നുമോൾ ടെൻഷൻ ആവണ്ട. അവന്മാര് ഈ പ്രദേശത്ത് എവിടെയോ സെറ്റായിട്ടുണ്ട്. വിഷ്ണുവിന് ഇനി ജാനിയെ കിട്ടാതെ ഈ നാട്ടിൽ നിന്ന് അവൻ പോകത്തില്ല എന്ന ഉറപ്പാ. അങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് വിചാരിക്കുമ്പോഴാ അവന്. അല്ല, നമ്മളും അവളെ പോലെ തന്നെയല്ലേ. നമ്മളിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഒന്ന് കൂടിയാൽ പോരെ. അല്ലാതെ അവൾ തന്നെ വേണമെന്ന് എന്തിനാ ഇത്ര വാശി? അതൊക്കെ എനിക്കും അറിയാം എൻ്റെ സായു. പക്ഷെ ഈ ചെറുക്കൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ.